ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു പ്രോണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. തമിഴ് സിനിമയായ പൊന്നിയിൻ സെൽവൻ സെക്കൻഡ് പാർട്ട്. ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. ആഫ്റ്റർ റിലീസുള്ള റിവ്യൂ ആണത്. അതായത് ഈ ഒരു പൊന്നിയിൻ സെൽവനിൽ രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നും രണ്ടുമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് PS1 PS2. ഓക്കെ, പൊന്നിയിൻ സെൽവൻ ഒന്നാം ഭാഗത്തിനെക്കാട്ടി ഒരുപാട് കഥാപശ്ചാത്തലങ്ങളും കഥയും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ഭാഗമാണ് പൊന്നിയിൻ സെൽവൻ രണ്ടാം ഭാഗം. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അധികം ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഈ ഒരു പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കഥ എന്താണെന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണിക്കുന്ന ഭാഗമാണ് രണ്ടാം ഭാഗം. ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വന്ന ഒന്നിലുള്ള ആൾക്കാർ തന്നെയാണ് വിക്രം, ജയൻ രവി, കാർത്തി, തൃഷ, ഐശ്വര്യ റായ്, പ്രകാശ് രാജ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, വിക്രം പ്രഭു, അങ്ങനെ ഒരുപാട് പേരൊക്കെ പ്രധാനപ്പെട്ട റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് മികച്ച റോളും കാര്യമായിട്ട് അതിനകത്തൊക്കെ വന്നിരിക്കുന്നത്. കാസ്റ്റിംഗ് എല്ലാം കറക്റ്റ്, വേറെ ഒരു അഡീഷണൽ കാസ്റ്റിംഗ് ആയിട്ട് ഒന്നും തന്നെയില്ല. അവിടെ കണ്ട കാസ്റ്റിംഗ് അവിടെ കണ്ടത്. പിന്നെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഈ സിനിമയിൽ ആഫ്റ്റർ ഓൾ ആരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാവരും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. ഒരു ചെറിയ കഥാപാത്രമായിരുന്നാൽ പോലും അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഈ സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും മികച്ച ഒരു കഥാപാത്രവും വന്ന് പെർഫോമൻസ് ചെയ്യുന്നത് മോശമായി പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാളം ഡയറക്ഷൻ, AR റഹ്മാൻ മ്യൂസിക്കൽ. ഈ ഒരു സോങ്ങിൻ്റെ സെക്ഷൻ വരാൻ നേരത്ത് ഒരു പാട്ട് മാത്രം അത്യാവശ്യം നന്നായിട്ട് വന്നെന്ന് വേണമെങ്കിൽ പറയാം. സോങ്ങിന് ഒരു പ്രാധാന്യവും ഈ ഒരു രണ്ടാം ഭാഗത്തിനില്ല. ഫസ്റ്റ് പാട്ട് 5-6 സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ പോലും അതിനൊക്കെ അരുതായ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നോക്കാൻ നേരത്ത് രണ്ടാം ഭാഗത്ത് സോങ്ങിന് യാതൊരുവിധ പ്രശസ്തിയും കാര്യങ്ങളൊന്നുമില്ല. സോങ്ങിൻ്റെ ആവശ്യമില്ല. BGM ആണ് ഇവിടെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BGMൽ AR റഹ്മാൻ നന്നായിട്ട് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഡയറക്ഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വന്ന് നിന്ന എല്ലാവരെയും ഒരേ കണക്ക് പ്ലേസ്മെൻറ്റ് ചെയ്ത് കാസ്റ്റിംഗ് ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടി മലയാളം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇതും പറയാൻ വേണ്ടി പറ്റില്ല. ഈ സിനിമ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പേര് പറയാൻ വേണ്ടി പറ്റും. ഒന്ന് കാർത്തി, ഐശ്വര്യ റായ്. ഈ രണ്ടുപേരുടെ പെർഫോമൻസുകളും സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ നട്ടെല്ലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. കാർത്തിയുടെ ഒരു അഴിഞ്ഞാട്ട് തന്നെ നമ്മൾ ഫസ്റ്റിലും കണ്ട സെക്കൻഡിലും അത് കണക്കുണ്ടായിരുന്നു. ഡയലോഗ് ഡെലിവറി കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ആക്ടിങ് കൊണ്ടും ഒക്കെ കാർത്തി അങ്ങ് തകർത്ത പടം തന്നെയാണ് ഈ പൊന്നിയിൻ സെൽവൻ സെക്കൻഡ് പാർട്ട്. ഐശ്വര്യ റായിയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ എതിർത്തം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പ്രായത്തിനെ കാട്ടി അവരുടെ ഈ ഒരു പ്രായത്തിൽ അവർ ചെയ്യുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയണം തന്നെയാണ്. അവരുടെ ഒരു ബ്യൂട്ടി ആയിരുന്നാലും പെർഫോമൻസ് ആയിരുന്നാലും ഡ്രസ് കോഡിങ് ആയിരുന്നാലും നന്നായിട്ട് തന്നെ മലയാളം അവർ സ്ക്രീനിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു തമിഴ് വെർഷൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് മനസ്സിൽ നടത്തില്ല. കാരണം തമിഴ് എന്ന് പറയുന്നത് സെന്തമിഴാണ്, പഴയ കാല തമിഴാണ്. അതിൻ്റെ ഒരു അർത്ഥങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്ന പോലും പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡബ്ബിംഗ് വെർഷനായ മലയാളമാണ് കാണേണ്ടത്. നല്ല ഡബ്ബിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പോരായ്മയോ കാര്യങ്ങളൊന്നുമില്ല. ഡബ്ബിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരുടെയും. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്ന വിക്രം എന്ന് പറഞ്ഞ ഒരു നായകൻ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ആദിത്യ കരികാലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രങ്ങളൊക്കെ ഓക്കെ തന്നെയായിരുന്നു. പക്ഷേ പെർഫോമൻസിലുള്ള സ്പേസ് ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്തും ഒന്നുമില്ല. വിക്രം ഒരു പെർഫെക്റ്റ് ആക്ടറാണ്, നമുക്കറിയാം. പക്ഷേ ആ ഒരു ആക്ടർക്ക് ഇവിടെ പെർഫോമൻസുള്ള ഒരു സ്പേസ് ഇവിടെ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വന്ന റോളിലേക്കുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിൽ പോലും ഒരു പെർഫോമൻസ് വിക്രം ഡൗൺ തന്നെയായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നുമില്ല, പറത്തിലേക്കുള്ള പെർഫോമൻസൊക്കെ ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റിൽ അത്യാവശ്യം മെച്ചപ്പെട്ട രീതിക്കാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഒന്നും ഇരുത്തായിപ്പോയി. ഒരൊറ്റ സീൻ ഒഴിച്ച് ബാക്കി ഒന്നിലും വിക്രം എന്നൊരു ആക്ടർ നമുക്ക് കാണാൻ വേണ്ടി പോലും പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടത്. ഒന്നും പറ്റിയിട്ടില്ല കാണാൻ വേണ്ടി. നമ്മൾ അത് മാത്രമല്ല, വിക്രമിൻ്റെ ഒരു പിന്നോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2018 തൊട്ടൊക്കെ ഇങ്ങോട്ടൊന്നും തന്നെ വിക്രം എടുക്കുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ അത്രയ്ക്ക് വലിയ ഒരു പോരായ്മയുള്ള സ്ക്രിപ്റ്റ് എടുക്കുന്നത്. അത്രയ്ക്ക് നിലവാരമില്ലാത്ത സ്ക്രിപ്റ്റൊക്കെയാണ് വിക്രം ചൂസ് ചെയ്യുന്നത്. ഒരൊറ്റ സിനിമ പോലും നമുക്കിവിടെ വിക്രമിൻ്റെ നല്ലതുപോലും പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഈ പൊന്നിയിൻ സെൽവൻ നോക്കുകയാണെങ്കിൽ വന്നുപോയ പടങ്ങളെക്കാട്ടിയും ബെറ്ററായിട്ടുള്ള ഒരു റെസ്പോണ്ടും കളക്ഷൻ റെക്കോർഡൊക്കെ കിട്ടിയ ഒരു സിനിമ തന്നെയാണ് പൊന്നിയിൻ സെൽവൻ. അതിനകത്ത് സത്യം പറഞ്ഞാൽ പൊന്നിയിൻ സെൽവൻ്റെ ഒരു ഒന്നാം ഭാഗത്തിന് ഇത്രയ്ക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി കാരണം വിക്രമൊന്നുമില്ല, അത് കാർത്തിയാണ്. കാർത്തിയുടെയും ഐശ്വര്യ റായിയുടെയും പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ പൊന്നിയിൻ സെൽവൻ രണ്ടാം ഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അത് ഒരുപാട് ട്വിസ്റ്റുണ്ട് ഈ പടത്തിൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്വിസ്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിലപ്പുറം തന്നിട്ടുണ്ട്. നല്ല ഒരു ഇതിവൃത്തം പെർഫോമൻസും കാര്യങ്ങളും കൊണ്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയതായിരുന്നു. പിന്നെ സെറ്റ് വർക്ക്, ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അത് പ്ലേസ് നിൽക്കുന്ന രീതിയും അതിമനോഹരമായിരുന്നു. അവിടെ ഒരു ഡ്രസ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ തൃശ്ശയിലേക്ക് വന്നു കഴിഞ്ഞാൽ
വേറെ ലെവൽ പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഈ തൃഷ ഒരു സിനിമയിൽ ഇത്രയും കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ നടുക്ക് നിന്നിട്ട് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റോളാണ് കുന്തവൈ എന്ന് പറഞ്ഞ ഒരു റോള്. സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. മേക്ക് ഓവർ കൊണ്ടും എല്ലാം കൊണ്ടും സത്യം പറഞ്ഞാൽ പെർഫോമൻസ് ബേസ് നോക്കുന്ന തൃഷ പെർഫെക്റ്റ് തന്നെയാണ്. നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം വരുന്ന ഒരു ട്വിസ്റ്റിലൊക്കെ തൃഷയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രകാശ് രാജിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. കാരണം ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട രംഗം കാണിക്കുന്നത് തന്നെ പ്രകാശിൻ്റെതാണ്. കാരണം ഡബിൾ റോളിൽ വരുന്ന ഒരു ഐശ്വര്യമായിട്ടൊരു പെർഫോമൻസിനെ അല്ലെങ്കിൽ ആ ഒരു റോളിനെ ഒക്കെ അത് ഈ ഒരു കഥയുമായിട്ട് എങ്ങനെ കണക്റ്റ് ആക്കുന്ന കാര്യത്തിന് പ്രകാശിൻ്റെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പെർഫോമൻസ് ബേസും പ്രകാശ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ വന്ന കുറച്ച് സഹതാരങ്ങളൊക്കെ ഉണ്ട്. വിനോദിനി വൈദ്യനാഥൻ, റിയാസ് ഖാൻ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പാണ്ഡ്യ കലാപകാരികളാണ് ഇവരെ പറഞ്ഞ പേര്. അവരുടെയൊക്കെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റും. കാരണം ഇങ്ങനെയുള്ള സിനിമയിൽ ഇവരുടെ പെർഫോമൻസുകളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരാളെപ്പോലും ഒഴിച്ചു മാറ്റാൻ വേണ്ടി പോലും പറ്റുന്ന രീതിക്കുള്ള പെർഫോമൻസാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ രണ്ടാം ഭാഗം ഒന്നിനെക്കാട്ടി മികച്ചതാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പറ്റും. അത്രയ്ക്കുണ്ട് ഈ സിനിമയുടെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു, എന്നെ അപേക്ഷിച്ച് PS1 ഭയങ്കര നിരാശയാണ്. പക്ഷേ PS2 കണ്ട സമയത്താണെങ്കിൽ അതിനെ ഒരു ഡീറ്റെയിലായിട്ട് കണ്ട സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫാക്ടർ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ പറയേണ്ടതുള്ളൂ. പല നരേഷൻസും. കാരണം ഈ സ്റ്റോറിയുടെ എന്താണ് എത്ര സംഭവം എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ ഒരു പക്ക സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എടുത്ത് വെച്ചിരിക്കുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ സംവിധാന മികവ് കാണാൻ വേണ്ടി പറ്റും. വിക്രം എന്ന് പറഞ്ഞ ഒരു നടന് കിട്ടിയ ഏറ്റവും വലിയ ഒരു കംബാക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. പൊന്നിയിൻ സെൽവൻ. ഇതാണ് പൊന്നിയിൻ സെൽവൻ 2നെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഒരാൾ പോലും നിരാശപ്പെടുത്തിയ നമ്മളെ ഒരു നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള പെർഫോമൻസ് കാണിച്ചിട്ട് ആരും വന്നിട്ടില്ല. ഇതിലൊക്കെയുള്ള എവരി സിംഗിൾ ക്യാരക്ടേഴ്സ്, ലാലി, റഹ്മാൻ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് അവരുടെ ഒരു പെർഫോമൻസ്, പ്രഭു, ഇവരൊക്കെ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസും കാര്യം കൊണ്ട് പൊന്നിയിൻ സെൽവൻ നല്ലൊരു സിനിമ തന്നെയാണ്. എൻ്റെ ഡബ്ബിംഗ് വെർഷനായ മലയാളം അടിപൊളി ഡബ്ബിംഗ് ആയിരുന്നു. ആര് ചെയ്തതെന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയ ഇരിക്കുന്നത് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡബ്ബിങ്ങിന് ഒരു പോരായ്മയില്ലായിരുന്നു. സാധാരണ നമ്മൾ തെലുങ്ക് സിനിമയുടെയോ തമിഴ് സിനിമയുടെ ഡബ്ബിംഗ് വെർഷൻ കാണുമ്പോൾ നമുക്കൊരു അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഒഫീഷ്യൽ ഡബ്ബിങ്ങായിട്ട് തന്നെ ചെയ്ത ഒരു സംഭവമാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത്ര പറയാൻ വേണ്ടി വേറെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന അഡീഷണൽ താരങ്ങളായി വരുന്ന നമ്മുടെ ഈ ഒരു ഐശ്വര്യലക്ഷ്മി, ശോഭിത എന്നിവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ്. അവരും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. ജയറാം നല്ലൊരു റോളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 1ലും 2ലും ഒരു വേറെ സ്റ്റൈൽ പെർഫോമൻസ് ജയറാമേട്ടനും വരുന്നുണ്ട്. അതും ഒരു എടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഇന്ന വ്യക്തി അവിടെ പോകുമ്പോൾ അവരെ കാണുന്നു, ഇത് കാണുന്നു, അത് കാണുന്നു. സത്യം തന്നെ ഒരു ത്രില്ലിങ്സ് വിഭാഗത്തെ പറ്റി കൂട്ടാൻ വേണ്ടി പറ്റിയൊരു സിനിമ തന്നെയാണ് പൊന്നിയിൻ സെൽവൻ. ഒരു ബോറോ ലാഗിങ് ഒന്നുമില്ലാത്ത മലയാളം ഡബ്ബിങ് നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. തിയേറ്ററിൽ നിന്ന് 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ പടമാണ് ഈ ഒരു പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന പടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മലയാളം ഡബ്ബിങ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ഫീലും വൈബും ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി, ക്യാമറ എഫക്റ്റും കാര്യങ്ങളൊക്കെ പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് നമുക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പോലും ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റിയാണ്. 108pയിൽ ഇതിട്ട് കാണുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് ഗംഭീരമായ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്ന. ഇത്രേ പറയാൻ വേണ്ടി പറ്റും. ഇത് പൊന്നിയിൻ സെൽവൻ സത്യം പറഞ്ഞാൽ നല്ല ഒരു വൈബായിരുന്നു ഈ ഒരു പടം. സത്യം നമുക്ക് ഈ പിടിച്ചിരുന്നവർക്ക് യഥാർത്ഥ സ്റ്റോറിനെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെ കൂടെ നമ്മളെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയൊരു പടം തന്നെ പറയാം. വിക്രമിൻ്റെ ഒരു കംബാക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇത്രേ പൊന്നിയിൻ സെൽവനെ പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് പൊന്നിയിൻ സെൽവൻ 2 കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ മറ്റു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.